അമേരിക്കയോ ഇസ്രയേലോ വീണ്ടും ആക്രമണത്തിന് മുതിർന്നാൽ യുദ്ധം മിഡിൽ ഈസ്റ്റിനും അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കുമെന്ന് ഇറാൻ. 2-3 ദിവസത്തിനുള്ളിൽ ആണവ കരാറിൽ എത്തണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം എത്തുന്നത്. ശത്രുക്കൾ യുദ്ധത്തിന്റെ പുതിയ ഘട്ടം സംബന്ധിച്ച് പദ്ധതി തയ്യാറാക്കുകയാണെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഹ് ആരോപിച്ചു. സമാധാന ചർച്ചയിൽ ധാരണയിലെത്താതെ തുടരുന്നതിന്റെ മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ഇന്നലെ ടെഹ്റാനിലെത്തി. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സ്തംഭിച്ചു നിൽക്കുന്ന ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ പുനർജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാൻ ഊർജിതമാക്കുന്നതായാണ് വിവരം. അതിന്റെ ഭാഗമായാണ് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി ടെഹ്റാനിലേക്ക് തിരിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് 2ാം തവണയാണ് അദ്ദേഹം ഇറാനിലെത്തുന്നത്. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകളെക്കുറിച്ച് ഇറാനിയൻ നേതാക്കളുമായി സംസാരിക്കാനാണ് നഖ്വി ടെഹ്റാനിലേക്ക് പോയതെന്ന് ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങളും ഈ സന്ദർശനം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പാക് ആഭ്യന്തരമന്ത്രി രാജ്യതലസ്ഥാനമായ ടെഹ്റാനിൽ എത്തിയതെന്ന് ഇറാന്റെ സ്റ്റേറ്റ് ടിവിയായ പ്രസ് ടിവി അറിയിച്ചു. നഖ്വി ഇറാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ പോയ വിവരം ഇറാന്റെ വാർത്താ ഏജൻസിയായ IRNA-യും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇത്തരം മധ്യസ്ഥ ശ്രമങ്ങളിൽ പാകിസ്ഥാൻ സാധാരണയായി പുലർത്തുന്ന മൗനം ഈ വിഷയത്തിലും തുടരുകയാണ്. ഇറാനിൽ നിന്നും US-ൽ നിന്നും സമ്മിശ്ര സൂചനകൾ വരുന്നതിനിടയിലാണ് നഖ്വിയുടെ ഈ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ സന്ദർശനത്തിൽ അദ്ദേഹം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഹ്, ആഭ്യന്തരമന്ത്രി എസ്കന്ദർ മൊമേനി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. US-നും ഇറാനുമിടയിലെ വിടവുകൾ നികത്തി കരാറിലെത്താൻ കൂടുതൽ സമയം വേണമെന്ന് ഖത്തർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതേസമയം ഇറാനെതിരായ യുദ്ധത്തിനിടെ ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും അടക്കം 42 വ്യോമവിന്യാസങ്ങളെ US-ന് നഷ്ടമായെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. സമാധാനത്തിന് ഇറാൻ വഴങ്ങിയില്ല എങ്കിൽ തകർത്തു കളയുമെന്ന ഭീഷണി മുഴക്കി വീണ്ടും ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെങ്കിലും ഒന്നുകിൽ കരാറിലെത്തണമെന്നും അല്ലെങ്കിൽ കാര്യങ്ങൾ അല്പം വഷളാകുമെന്നാണ് ഭീഷണി പുറത്തുവരുന്നത്. അത് സംഭവിക്കാതെ ഇറാൻ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നുവെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. എനിക്ക് ധൃതിയില്ല, കുറച്ചുപേർ മരിച്ചു കാണണമെന്നുണ്ട് എന്നും US പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 8-നാണ് ദുർബലമായ വെടിനിർത്തൽ US-നും ഇറാനുമിടയിൽ നിലവിൽ വന്നത്. യുദ്ധം നടത്തുന്നില്ലെന്ന് US കോൺഗ്രസിൽ ട്രംപ് അറിയിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കരാറിലെ വ്യവസ്ഥകളിൽ തട്ടി നീണ്ടുപോവുകയുമാണ്. യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ താറുമാറാക്കുകയും ഇന്ധനവില, നിത്യോപയോഗ സാധനങ്ങൾ അടക്കം വിലയിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്തതോടെ ട്രംപിന് മേൽ കടുത്ത സമ്മർദ്ദമാണ് നിലവിലുള്ളത്. അതേസമയം ഇറാന് നേരെയുള്ള ആക്രമണം വൈകിപ്പിക്കാൻ ഗൾഫ് അറബ് നേതാക്കൾ തന്നോട് ആവശ്യപ്പെട്ടതായി ട്രംപ് ചൊവ്വാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇറാനുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസും അറിയിച്ചിരുന്നു. നമ്മളിപ്പോൾ ഒരു നല്ല നിലയിലാണ് എന്നാണ് വാൻസ് വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇസ്രയേൽ ആക്രമണം തുടരുന്ന തെക്കൻ ലെബനനിൽ ഇന്നലെ 19 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 17 പേർക്ക് പരിക്കേറ്റു. ഏപ്രിൽ 16-ന് US-ന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. ലെബനനിൽ മാർച്ച് 2 മുതൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3070 കടന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.